നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSK ഈ സീസണിലെ ആദ്യ വിജയം DC-ക്കെതിരെ നേടിയപ്പോൾ ഈ സീസണിലെ ആദ്യ സെഞ്ചുറി സഞ്ജു സാംസണിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ആ സെഞ്ചുറി, ആ സെലിബ്രേഷൻ അത് ആർക്ക് വേണ്ടിയായിരുന്നു? ആ സെഞ്ചുറി സെലിബ്രേഷൻ സഞ്ജു സാംസൺ പറയുന്നത് അത് സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് വേണ്ടിയായിരുന്നു. 5 വർഷക്കാലമായിട്ട് ഒരു ഫ്രാഞ്ചൈസിയുടെ കോച്ചായി മുന്നോട്ട് പോവുക എന്നുള്ളതൊന്നും എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് താൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. അതുപോലെ തന്നെ CSK തന്നിൽ അർപ്പിച്ചൊരു വിശ്വാസം ആ ട്രേഡിലൂടെയും മറ്റുമൊക്കെ അതിന് താനൊരു തിരികെ കൊടുക്കണം, ഒരു റെസ്പോൺസിബിൾ ആണ്, ഒരു ഷോ അത് ആ ഒരു അർത്ഥത്തിൽ താൻ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ സ്റ്റിൽ ഇൻ ദി ടൂർണമെൻ്റ് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രകടനം നടത്താൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തുഷ്ടരുമാണ്. സഞ്ജുവിൻ്റെ ആ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങിയതിന് ശേഷമുള്ള സംസാരത്തിലേക്കൊന്ന് പോകും. അദ്ദേഹം പറയുന്നു റിയലി മീൻസ് എ ലോട്ട്. ആ പ്രകടനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് വലിയ കാര്യമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു CSK എന്നിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് അത് എന്നിൽ വലിയ റെസ്പോൺസിബിൾ ഫീലിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഐ നീഡ് ടു പുട്ട് ഇൻ എ ഷോ ആൻഡ് സേ വി ആർ സ്റ്റിൽ ഇൻ ദി ടൂർണമെൻറ്റ്. തീർച്ചയായിട്ടും പുതിയൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോയിട്ട് തുടക്കം അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഞാൻ എൻ്റെ രണ്ടാമത്തെ വീട്ടിലേക്ക്, സെക്കൻഡ് ഹോമിലേക്ക് വന്നിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ഒരു 50 സെക്കൻഡ്സ് മീറ്റിംഗ് മാത്രമാണ് ഇന്നുണ്ടായിരുന്നത് ഞങ്ങൾക്ക്. അത് ഏത് തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു പരാജയപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെ തിരികെ വരണം എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മോട് പറയും. മെൻ്റലി നമുക്ക് ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യണോ, അതുപോലെ ഹാർഡായിട്ട് കളിക്കണോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും. എന്നാൽ നമ്മുടെ ബോഡിയെ, മൈൻഡിനെ ഒക്കെ ബേസിക്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മളെ മെൻ്റലി ഒരു ഡിഫറൻറ്റ് സോണിലേക്ക് കൊണ്ടുപോകും. സോ കൃത്യമായി ബോൾ ടൈം ചെയ്യുക, അതുപോലെ ബൗളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബോൾ വരുന്നത് കൃത്യമായിട്ട് നിരീക്ഷിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഗ്രേറ്റ് പാർട്ട്ണർഷിപ്പ്. ഒരിക്കലും അണ്ടർ-19 നിന്ന് വരുന്ന താരമാണ് ആയുഷ് മാത്ര എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവായിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹം എത്തരത്തിലുള്ള ക്യാരക്ടറാണ് എന്നത് കാണിക്കുന്നു എന്നുകൂടി സഞ്ജു സാംസൺ പറയുന്നു. പിന്നെ ആ ഒരു 100 സെലിബ്രേഷനെ കുറിച്ച് പറയുകയാണ്. അത് ഫ്ലെമിങ്ങിന് വേണ്ടിയായിരുന്നു. എനിക്കറിയാം എത്രത്തോളം ഹാർഡാണ് ഈ രൂപത്തിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ, ഈ ഒരു പോകുന്ന ഘട്ടത്തിൽ 5 വർഷക്കാലമായിട്ടൊരു ഫ്രാഞ്ചൈസിയെ നയിക്കുക. ജസ്റ്റ് വാണ്ടഡ് ടു ഡെഡിക്കേറ്റ് ദിസ് ഇന്നിങ്സ് ടു ഫ്ലെമിങ് എന്ന് തന്നെ സഞ്ജു സാംസൺ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.